കേരള സർവകലാശാല കലോത്സവം 4ാം ദിവസത്തിലേക്ക് കടന്നു. ഇന്നലെ ഏറെ വൈകിയാണ് മത്സരങ്ങൾ അവസാനിച്ചത്. കോഴ ആരോപണത്തെ തുടർന്ന് മാറ്റിവെച്ച മാർഗംകളി ഇന്ന് നാളെയാണ് നടക്കുക. ഹരികൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ വിധികർത്താക്കൾ കോഴ വാങ്ങുന്നു എന്നുള്ള ആരോപണങ്ങൾ ഈ സ്കൂൾ കലോത്സവങ്ങളിലും അതുപോലെ കോളേജ് യൂത്ത് ഫെസ്റ്റിവലിലും അതുപോലെ സർവകലാശാല കലോത്സവങ്ങളിലുമൊക്കെ ഉയർന്നു കേൾക്കാറുണ്ട്. പക്ഷേ അതൊക്കെ ആരോപണത്തിൻ്റെ വില മാത്രമേ ആളുകൾ നൽകാറുള്ളൂ. പക്ഷേ കേരള സർവകലാശാല കലോത്സവത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, പോലീസ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. കാര്യം പണത്തിൻ്റെ കൊഴുപ്പും സ്വാധീനവും കലോത്സവ പ്രതിഭകളുടെ ഭാവിയെ ബാധിക്കുന്നു എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അത് തന്നെയാണ്. അതായത് ഈ കലോത്സവം, സർവകലാശാല കലോത്സവം ഇന്നലെ വൈകുന്നേരം ഏറെ വൈകിയാണ് പുനരാരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള എല്ലാ മത്സരങ്ങളും ഏറെ വൈകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതൽ മത്സരാർത്ഥികൾ ഈ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് സംഘാടക സമിതിക്ക് തന്നെ അതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. ഈ പോലീസിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഈ മത്സരാർത്ഥികൾ എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ യുവജനോത്സവം ഈ ഏറെ വൈകിയത് കൊണ്ട് തന്നെ ഈ മാർഗംകളി ബന്ധപ്പെട്ടാണ് ഈ കോഴ ആരോപണം ഉയർന്നു വന്നത്. അതായത് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഒരു കോളേജ് പ്രത്യേകമായി പണം നൽകി അവരുടെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അവരുടെ ആ ടീമിന് വേണ്ടി മാത്രമായി അത്തരത്തിലൊരു വിധി നിർണ്ണയിച്ചു, ഒരു മാർഗംകളിയിൽ അത്തരത്തിലൊരു വിധി നിർണ്ണയിച്ചു എന്നുള്ളതാണ്. അത് സംബന്ധിച്ച സ്ക്രീൻഷോട്ടുകളും മെസ്സേജുകളും അടക്കം, ഫോണിലേക്ക് വന്ന സ്ക്രീൻഷോട്ടുകളും മെസ്സേജുകളും അടക്കം നൽകിയാണ് ഇത്തരത്തിൽ പോലീസിന് പരാതി നൽകുന്നതും പിന്നീട് അതിനുശേഷം അതിൽ അറസ്റ്റും ഉണ്ടായത്. ഈ സംഘാടക സമിതിക്ക് തന്നെ ഇതിൽ വലിയൊരു പരാതി ഉണ്ട് എന്നുള്ളതാണ്. അതായത് അവർ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിലൊരു ലോബി തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സർവകലാശാല യുവജനോത്സവങ്ങളിലൊക്കെ ഇത്തരത്തിൽ പണം കൊടുത്ത് വിധി നിർണ്ണയം നടത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ, അഴിമതി ആരോപണത്തിന്റെ ഒരു കളമായിട്ട് അത് മാറുന്നു എന്നുള്ളത് ഈ സംഘാടക സമിതി തന്നെ ആരോപിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ കാര്യത്തിൽ ഈ മാർഗംകളി കോഴ ആരോപണത്തെ തുടർന്ന് ഇത് മാറ്റിവെക്കാൻ തീരുമാനിച്ചിരുന്നു. നാളെയാണ് ഈ മത്സരങ്ങൾ നടത്താൻ തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു വിദ്യാർത്ഥികൾക്കും പരാതികളുണ്ട്. അതായത് ഈ മാർഗംകളി മത്സരം ഇനി നടത്തേണ്ടതില്ല, അതായത് എല്ലാ ടീമുകളും ഇനി നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു അപ്പീൽ നൽകി ആ അപ്പീലിന് പൈസ നൽകി വേണം ഇനി മത്സരിക്കേണ്ട അവസ്ഥ വരുന്നത്. അതൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ സാമ്പത്തിക പ്രയാസത്തിലേക്ക് കൂടി കാര്യങ്ങൾ മത്സരാർത്ഥികളെ കൊണ്ടുപോകുമെന്നുള്ളതുകൊണ്ട് അത് മാറ്റിവെക്കണമെന്ന് മത്സരാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ, അത് ഈ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് ഈ വിധികർത്താക്കൾ പണം വാങ്ങുന്നു അടക്കമുള്ള പരാതിയുമായി കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് 4ാം ദിവസത്തിലേക്ക് സർവകലാശാല യുവജനോത്സവം കടക്കുകയാണ്. ഏറെ വൈകിയും മത്സരങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ് കെ. ഓക്കെ, താങ്ക് യു ഹരികൃഷ്ണൻ. യഥാർത്ഥത്തിൽ ഈ വിധികർത്താക്കൾ കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും അവർക്ക് കൊടുക്കുന്ന ശിക്ഷ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും വേണം. കാരണം മറ്റൊരു വിധികർത്താവിനും ഈ ഒരു കരുത്ത് പാടില്ല. മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രതിഭാ സാന്നിധ്യത്തിൻ്റെ വില എന്തെന്ന് മനസ്സിലാക്കാതെ പോക്കറ്റ് വീർക്കുന്നത് മാത്രം നല്ലതാണെന്ന് വിശ്വസിക്കുന്ന വിധികർത്താക്കൾ ഈ നാടിന് തന്നെ ആപത്താണ്. അപ്പോൾ ചില വിനീത് നാരായണൻകുട്ടിയും രാജേന്ദ്രൻ ബാലി ഇന്നത്തെ അവതാരപുരികളെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു. പ്രേക്ഷകരോട് വളരെ വിഷമത്തോടെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ചുള്ള ഒരുപാട് വാർത്തകളും റിപ്പോർട്ടുകളും വരുന്ന സാഹചര്യത്തിൽ ഇലക്ഷൻ കഴിയുന്നതുവരെ ഈ അവതാരപുരികൾ നമ്മൾ മാറ്റിവെക്കാൻ നിർബന്ധിതമായിരിക്കുന്നു.